അവൻ ദേ അവിടെ പോയേക്കുന്നു, അപ്പുറത്ത് പഠിക്കാൻ വേണ്ടി പോയി. ആടി ദേ വന്നേക്കുന്നു. എടി എന്നാ വെച്ചോ പൊന്നെ. ആ ഉമ്മ ഉമ്മ ആ വെച്ചോ വെച്ചോ. എന്താ നിങ്ങ പോന്നെ? എന്തി പോന്നെ? പഠിപ്പിക്കണില്ല എന്തോന്ന്. ആരും പഠിപ്പിക്കുന്നില്ല? മാമിയോ? ചെല്ലയുടെ അവനെ ഓരോ നുണയും പറഞ്ഞിട്ട് വന്ന് ഞാൻ അടിക്കും. മാമ എന്നോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു, പിന്നെ എപ്പോഴെങ്കിലും പഠിപ്പിക്കാന്ന്. എന്താ അവളെ എവിടെയെങ്കിലും പോകുന്നോ? പിന്നെ സയ്യ ചേച്ചി നല്ല ചേച്ചി എന്ത് പഠിക്കുന്നു? അവര് പഠിക്കുവാണോ? അവക്ക് എന്താ പറ്റിയെന്താ? വയ്യാന്ന്. വയ്യേ? എന്ത് പറ്റിയെന്നാവോ? അതേ വരുന്നു. അമ്മ ഞങ്ങൾ എഴുതി. എഴുതിയാ? എന്നെ ബുക്ക് അടിച്ചു വെച്ചിട്ട് കുറച്ചു നേരം പോയി കളിച്ചു. അമ്മ അപ്പൊ പറഞ്ഞിട്ടല്ലേ കഷ്ടപ്പെട്ട് ഞങ്ങൾ എഴുതി. അയ്യോ കഷ്ടപ്പെട്ടാണോ എഴുതിയത്? ആ കഷ്ടപ്പെട്ട് എഴുതിയ നോക്ക്. എടി ഹാപ്പിയുടെ HA അല്ലേ, എന്നിട്ട് ഇവിടെ O എഴുതി വെക്ക്. കറക്റ്റായിട്ട് എഴുതണം കേട്ടാ. പിന്നെ O പോലെ എഴുതി. അതെ കാണിച്ചേ അമ്മേനെ, കാണിച്ചേ. ആ അങ്ങനെ തന്നെ. നിന്നെ ഞാൻ എന്റെ നാത്തൂനായിട്ടല്ല കണ്ടത്, എന്റെ അനിയത്തിയായിട്ടാ. എന്റെ കൊച്ച് നിന്റെയും കൊച്ചായിട്ടാ നീ കരുതണെന്നാ ഞാൻ വിചാരിച്ചു. അതിനിപ്പോ എന്ത് പറ്റി? എന്ത് പറ്റി നിനക്കറിയില്ലേ? നിന്റെ പിള്ളേരെ പഠിപ്പിക്കാൻ നിനക്ക് പറ്റുമല്ലോ. ആ കൊച്ച് 2 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നപ്പോ നീ എന്തിനാ ഓടിച്ചു വിട്ടതപ്പോ? അതിന് ഇവരെ ആര് പഠിപ്പിച്ച്? ഈ കാണുന്നത് എന്താ? എന്റെ ചേച്ചി ഞാൻ നേരത്തെ എങ്ങാണ്ട് ഒരു ഹോംവർക്ക് കൊടുത്താണ്, അത് അവൾ എഴുതിക്കൊണ്ട് വന്നത്. എന്റെ ലില്ലി, ആ കൊച്ചിന് ഇതേപോലെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. എനിക്ക് ഒട്ടും വയ്യായിരുന്നു ചേച്ചി. അതുകൊണ്ടാണ് വയ്യാതിരിക്കുന്ന ആള്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അമ്മയ്ക്ക് വയ്യാതിരിക്കും. എന്ത് പറഞ്ഞിടി? നിന്റെ അമ്മയ്ക്ക് അവനെ പഠിപ്പിക്കാൻ പറ്റൂല. അത് തന്നെ ഒരു തോന്നിയവാസമല്ല, നീ കാണിച്ചത് നല്ല കാര്യമാണ്. സംസാരിക്കാൻ പോയി ഉച്ച കഴിഞ്ഞിട്ട് വരെ എനിക്ക് നമ്മള് പറയും. ഇത് തന്നെ പറഞ്ഞത്. പൊയ്ക്കെന്ന് പറയുന്നത് നീ എങ്ങോട്ടാ ഓടിച്ചു വിടുന്നത്? ആരെ ഓടിച്ചു വിടുന്നത്? എനിക്ക് ചേച്ചിയോട് വർത്താനം പറയാൻ പറ്റത്തില്ല. പോ ചേച്ചി. തെറ്റ് ചെയ്യുന്നവന് വർത്തമാനം പറയാൻ പറ്റൂല. ഞാൻ അവനെ പഠിപ്പിക്കുന്നില്ലെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ഇന്ന് പറഞ്ഞില്ലേ? ഇന്ന് നീ വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞത് എന്തിനാ? അവൻ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ എന്നോട് വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇനി ഒരിക്കലും പഠിപ്പിക്കത്തില്ലെന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. ഞങ്ങളുടെ ഗതികേട് കൊണ്ട് നിന്റെ അടുത്ത് കൊച്ചിനെ പഠിപ്പിക്കാൻ വിട്ടു. ഗതികേടായത്? അതെ. ഞാനല്ലേ എന്നിട്ട് ഇത്ര നാളും പഠിപ്പിച്ചോണ്ടിരുന്നത്. ഇനി വേണ്ടലില്ലേ? വേണ്ട. എന്തിനാ പിള്ളേര് തന്നെ കരയണ്? എന്തോന്ന്? ഓ, അമ്മയും കൂടി കൂട്ടി നിന്നിട്ടായിരുന്നല്ലേ ഇത്? അമ്മ കണ്ടതല്ലേ എത്ര നേരിട്ട് ഞാൻ തലവേനായിട്ട് ഇവിടെ ഇരിക്കുവാണ്. തലവേനുള്ളതുകൊണ്ടല്ലേ അമ്മ പഠിക്കാനായിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു വിട്ടത്. എന്റെ പൊന്നടി, അവക്ക് ഒരിച്ചെണ്ണം കുത്താണെന്നാണ് തോന്നുന്നത്. ഞാൻ ഒരു കട്ടൻ ചായ എടുക്കാൻ പോയതാ. ഒരിച്ചെണ്ണം കുത്തല്ല, അവക്ക് വേറെ എന്താ കുഴപ്പം? തലവേദനയായിട്ട് അമ്മ കട്ടൻ ചായ ഇട്ടോണ്ട് വന്നതാ. അയ്യോ, കട്ടൻ ചായ കുടിച്ചാൽ മാറുന്ന അസുഖമുള്ളോ നിനക്ക്? ചേച്ചി ഇനി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വിടണ്ട കൊച്ചിനെ. വിടുന്നില്ല. എനിക്ക് കുറച്ച് ദണ്ണുണ്ട്. ഞാൻ ഇതുങ്ങളെ എന്റെ ആങ്ങളുടെ പിള്ളേരായിട്ടല്ല കാണുന്നത്, എന്റെ മക്കളായിട്ടാ കാണുന്നത്. എന്റെ കൊച്ചിന് എന്തെങ്കിലും കൊടുത്താൽ ഇതുങ്ങൾക്കും കൊടുക്കും ഞാൻ. മനസ്സിലായാ? എന്നിട്ട് എന്റെ കൊച്ചിനെ മാറ്റി നിർത്തിയിട്ട് അവരെ മാത്രം പഠിപ്പിക്കുമ്പോ എനിക്ക് തന്നെ ഉണ്ടാവൂലേ? എടി പഠിപ്പിച്ചു കൊടുത്തതല്ല, കൊച്ചുങ്ങൾക്ക് ഒരു സംശയം, അതൊന്ന് പറഞ്ഞു കൊടുത്തതേ ഉള്ളു. അത് തന്നെയല്ലേ ഉള്ളു അവനും. അവനെന്താ വേറെ എന്തെങ്കിലും IAS പഠിക്കണ കൊച്ചാണോ അവൻ? 1ാം ക്ലാസ്സിൽ പഠിക്കണ മോനാ. എനിക്ക് മനസ്സില്ല. തീർന്നല്ലോ. അത് തന്നെയാണ് കാര്യം. അത് തന്നെയാണ് കാര്യം. ഇനി എന്റെ കൊച്ച് ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടി വരുന്നില്ല. വീടണ്ട, അവിടെ തന്നെ വെച്ചോ. പൊന്നേ, അവക്ക് മൂക്കിന്റെ തുമ്പത്താണ് കുഴപ്പം. നീ ഒന്നും മിണ്ടാതിരുന്നാ മതി പോരായിരുന്നേ. എനിക്ക് വയ്യ. ഒന്നാമതെ മനുഷ്യന് തല പൊളിഞ്ഞിരിക്കുവാണ്. കട്ടൻ ചായ വേണ്ട എനിക്ക്.